ഹായ് ജോൺസേട്ടാ, ആ ഒരു വിശേഷം അറിയാൻ. ഇപ്പൊ മഴയൊക്കെ പെയ്ത ആകെ തണുത്തിരിക്കണല്ലോ. അതെ. ചൂടുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിശേഷം ഉം, അറിയാനായിട്ടാണ്. ഉം, ഉം. ഇപ്പൊ നിലമ്പൂര് എം സ്വരാജ് ഉപതെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണല്ലോ. അതെ. അത് സ്ഥാനാർത്ഥിയായതിനെ പറ്റി എന്താണ് അഭിപ്രായം? എന്തായാലും മലയാളികൾക്ക് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. കാരണം ഇവിടെ കാലവർഷം ആകെ വെള്ളപ്പൊക്കം പ്രശ്നങ്ങൾ ഇപ്പം മൊത്തത്തിൽ ആകെ ഒരു അസ്വസ്ഥതയുള്ള ഒരു സമയമാണ്. നിലമ്പൂർ ഇലക്ഷനിൽ വന്ന ചാനലുകാർക്ക് മാത്രമാണ് ഒരു ചാകരയായിട്ടുണ്ടായിരുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും പുതിയൊരു സർക്കാർ വരണ കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി ആളുകൾക്ക് അത്ര വലിയ താല്പര്യമില്ലാതിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ആര് ജയിച്ചാലും ഒരു പ്രസക്തി ഇല്ലാത്തൊരു അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ആ സമയത്താണ് സ്വാഭാവികമായിട്ട് അൻവറിൻ്റെ വിഷയങ്ങളും തർക്കങ്ങളും വിഷയങ്ങളൊക്കെ ഒന്നാകെ ഒരു വിവാദമായിട്ട് മാറിക്കൊണ്ടിരുന്ന സമയത്താണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് വരുന്നത്. വളരെ നല്ല കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ നയവും നിലപാടുകളും ഭരണ പരിഷ്കാരങ്ങൾ എന്താ പറയുക ഭരണത്തിൻ്റെ മികവുകൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം ശക്തമായി നേരിട്ടുകൊണ്ട് അതിൽ ഒരു വൻ വിജയം നേടാനുള്ള ഒരു പരിശ്രമം നടത്തുമ്പോൾ സത്യത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആ വിഷയം ശ്രദ്ധിക്കുന്നതാണ്. മാത്രമല്ല അടുത്ത വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും നിയമസഭ തെരഞ്ഞെടുപ്പിനും നമ്മുടെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കും നിലമ്പൂരിൽ രംഗത്ത് വരും. അതുകൊണ്ട് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ചാനലുകാർക്ക് മാത്രമല്ല സാധാരണ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്കും വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ്. നല്ലൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു. കാരണം ജാതി മത വിഭാഗങ്ങൾക്കെതിരായിട്ട്. കാരണം ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മതത്തിൻ്റെ അടിമയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അതോടൊപ്പം തന്നെ എം സ്വരാജും അതോടൊപ്പം തന്നെ ഒരു മതേതര മുകളുള്ള വ്യക്തികളാണ് രണ്ടുപേരും. അതുകൊണ്ട് ജാതിക്കും മതത്തിനും അതീതമായി കേരളത്തിലൊരു രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. അത് ഇടതുപക്ഷ ആശയം അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ ആശയം തമ്മിലുള്ള പോരാട്ടം. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നയത്തിനും നിലപാടിനും ഭരണത്തിലും ആയി കേരളത്തിലെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ എത്ര ജനങ്ങൾ 2,33,000 വോട്ടാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏവറേജ് ഒരു 80,000 വോട്ടുകളാണ് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് അൻവറിൻ്റെ കൂറുമാറ്റം ഒക്കെ കഴിഞ്ഞിട്ട് ഇടതുപക്ഷത്തിന് ആ നിലമ്പൂരിലുള്ള വോട്ട് എത്ര വോട്ട് ഉണ്ട് എന്നറിയാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര കാലകാലങ്ങളായിട്ട് സ്വതന്ത്രന്മാരെ നിർത്തി മത്സരിച്ചിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ ഇടതുപക്ഷം. അതുകൊണ്ട് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിനെ നിർത്തി വരുമ്പോൾ എത്ര ആളുകൾ ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കുന്നവരുണ്ടെന്നും എത്ര ആളുകൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുണ്ടെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു തിരഞ്ഞെടുപ്പാണ്. അത് കേരളത്തിലെ രാഷ്ട്രീയം പഠിക്കുന്ന എല്ലാവർക്കും അത് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൽ വളരെ സന്തോഷമുണ്ട്. ചാനലുകാർക്കുള്ള സന്തോഷത്തോടൊപ്പം തന്നെ നമുക്കും വളരെ സന്തോഷം. വിശകലനത്തിന് ഇതിനൊക്കെ വളരെ സന്തോഷമുള്ള അവസ്ഥയാണ് ഈ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സംജാതം എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിയോടുകൂടി സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിനെ പറ്റി പറഞ്ഞ എന്തെങ്കിലും ചോദിക്കാനാണ് ചോദിച്ചത് അതിനെ പറ്റി. ഓക്കെ. ശരി. താങ്ക്സ്. ആ